നമ്മുടെ ഹോട്ടൽ വീണ്ടും ഇങ്ങനെ തുറക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എങ്ങനെ? നമ്മുടെ ഹോട്ടലോ? പറയുമ്പോ വലിയ നാവാ. എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോ ഈ ആത്മാർത്ഥതയൊന്നും കണ്ടില്ലല്ലോ സിസ്ലി ചേട്ടത്തി. ഇവിടെ പോലീസുകാർ വന്നപ്പോ മുങ്ങിയ ആളാ, ഇപ്പോഴാ പൊങ്ങിയത്. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ അച്ഛൻ ഒരു പ്രത്യേക കാര്യം അനൗൺസ് ചെയ്യാൻ പോവാ. എന്ത് കാര്യം? എന്റെ മക്കളുടെ ഒറ്റക്കെട്ടായ നിർബന്ധ പ്രകാരം ഞാനൊരു തീരുമാനമെടുത്തു. അമൃതയുടെയും അഭിമന്യുവിന്റെയും എൻഗേജ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് കഴിഞ്ഞു മാത്രമേ എന്റെ അനഘമോളും ആതിരമോളും അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. അതെ, എല്ലാരും ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിന്നാ പോരാ. അച്ഛൻ പറഞ്ഞത് അനുകൂലിക്കുന്നവരെ കൈയടിച്ച് പാസ്സാക്കണം. അമൃതേച്ചി കൈയടിക്കാത്തത് നാണം കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. സിസിലി ചേട്ടത്തി എന്താ കൈയടിക്കാത്തത്? അല്ല, ഓരോരോ സാഹചര്യം വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോരുത്തരുടെ തനിനിറം മനസ്സിലാക്കുന്നത്. അമൃതമോളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ഇട്ടെറിഞ്ഞു പോയവനല്ലേ അഭിമന്യു. അതുകൊണ്ടാ ഈ ബന്ധത്തോട് എനിക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റാത്തത്. പക്ഷേ അവൻ തന്നെയല്ലേ എല്ലാ പ്രശ്നങ്ങളും തീർത്തത്. പിന്നെന്താ? അല്ല പിന്നെ എന്തായാലും ഉത്തരവാദിത്തമുള്ളൊരു അച്ഛനെന്ന നിലയ്ക്ക് അഭിമന്യുവിന്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ തന്നെയായി എന്റെ തീരുമാനം. അല്ല, അതിപ്പോ വേണ്ട അച്ഛാ. എന്താ മോളെ, നിന്റെ കല്യാണത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കണ്ടേ? അച്ഛാ, എനിക്ക് അഭിയോടൊന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞു മതി ബാക്കിയെല്ലാം. രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാ. അമൃതേച്ചി ആകെ മൂഡ് ഓഫാ. എന്താ പ്രശ്നം? പറയ് ചേച്ചി. ഇങ്ങനെ മനസ്സിലിട്ടോണ്ട് നടക്കാതെ ചേച്ചിക്ക് ഞങ്ങളോട് പറഞ്ഞാലെന്താ? ചേച്ചി നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോന്ന ശേഷം അഭി എന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ വിളിച്ച കാര്യം അച്ചു പറഞ്ഞറിഞ്ഞിട്ടും എന്താ അഭി തിരിച്ചു വിളിക്കാത്ത? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അബിയുടെ ഫോണിന് എന്താ പറ്റിയേ? എന്തായാലും അച്ഛനെ ഒന്ന് വിളിക്കാം. ഹലോ അമൃതേച്ചി. അബി എന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ അച്ചു. ഞാൻ വിളിച്ച കാര്യം നീ അബിയോട് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. ഇന്നലെ രാത്രി തന്നെ അമൃതേച്ചി വിളിച്ച കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ നിമിഷം വരെ അബി എന്നെ ഒന്നും തിരിച്ചു വിളിച്ചില്ലല്ലോ. ഏട്ടനെന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ല, ഒന്ന് പുറത്തേക്ക് പോയതാ. വരുമ്പോ ഞാൻ ഒന്നുകൂടി പറയാം.
ഞാൻ അഭിയെ അങ്ങോട്ട് വിളിച്ചു നോക്കി. പക്ഷെ വിളിക്കുമ്പോഴെല്ലാം നമ്പർ നിലവിലില്ല എന്നുള്ള മറുപടിയാ കിട്ടുന്നത്. പിന്നെ വിവേകും ഇന്നലെ അങ്ങനെ പറഞ്ഞിരുന്നു. അയ്യോ, ഏട്ടന്റെ ഫോൺ നമ്പർ മാറിയ വിവരം അമൃതേച്ചി അറിഞ്ഞില്ലേ? അഭിയുടെ ഫോൺ നമ്പർ മാറിയെന്നോ? അത് ഞാൻ അറിഞ്ഞില്ല. അഭി എന്തിനാ ഫോൺ നമ്പർ മാറ്റിയേ? ഇതെല്ലാം അമൃതേച്ചി നേരിട്ട് തന്നെ ചോദിച്ചോ. ഏട്ടന്റെ പുതിയ നമ്പർ ഞാൻ ഇപ്പൊ അങ്ങോട്ട് അയച്ചുതരാം. ശരി മോളെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.